Good morning. Today going to talk about ecological balance and a consequence of change. Environment and ecology എന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റിലെ പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇക്കോളജിക്കൽ ബാലൻസ്. ഇക്കോളജിക്കൽ ബാലൻസ് is a state of dynamic equilibrium with the community of organism with genetic species and ecosystem diversity remains relatively stable. അതായത് പല ജീവികൾക്ക് ഭക്ഷണമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചതിന് ശേഷവും നമുക്കൊരു ബാലൻസ്, അതായത് മൃഗങ്ങളുടെ എണ്ണം, അതുപോലെ തന്നെ സസ്യങ്ങൾ, അതൊക്കെ ഒരു ബാലൻസ് ആയിട്ട് നിലനിർത്തുന്നതിനെയാണ് ഇക്കോളജിക്കൽ ബാലൻസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റേബിളായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അത് ഡൈനാമിക് ഈക്വിലിബ്രിയം വിത്ത് ദ കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസംസ് വിത്ത് ജെനറ്റിക് സ്പീഷീസ് ആൻഡ് ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അവിടെയുള്ള സസ്യജാലങ്ങളായാലും മൃഗങ്ങളായാലും ഒരു നിശ്ചിത എണ്ണം അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇക്കോളജിക്കൽ ബാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ നാച്ചുറൽ ഓർ ഹ്യൂമൻ കോസ്ഡ് ഡിസ്റ്റർബൻസ് ഡിസ്ട്രപ്റ്റ് ദ നാച്ചുറൽ ബാലൻസ് ഓഫ് ഇക്കോസിസ്റ്റം, ഇക്കോളജിക്കൽ ഇംബാലൻസ് ഈസ് കോസ്ഡ്. അതായത് നാച്ചുറലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഹ്യൂമൻ കോസ്ഡ് ഡിസ്റ്റർബൻസ് ആയിരിക്കാം. അവിടെയുള്ള മരങ്ങൾ വെട്ടിമുറിക്കുക, അല്ലെങ്കിൽ അവിടുത്തെയുള്ള മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുണ്ടാവുന്ന എന്തെങ്കിലും കലാമിറ്റികൾ, ദുരന്തങ്ങൾ കൊണ്ടോ ആ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റങ്ങൾ വരികയാണ്. ദെൻ ഇക്കോസിസ്റ്റം, ദെൻ ഇക്കോളജിക്കൽ ഇംബാലൻസ് ഈസ് കോസ്ഡ്. ബർമ ഡീറ്റെയിൽഡ് നെസസിറ്റി ഓഫ് ഇക്കോളജിക്കൽ ബാലൻസ്, വൈഡ് സ്പ്രെഡ് ബയോസിറ്റി, വൈൽ ബർമ അറ്റ് ഓൾ ഡിസ്കസ് ദ പോപ്പുലേഷൻ സിനാറിയോ ഓഫ് ഇന്ത്യൻ സാറാസ് ക്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ബയോഡൈവേഴ്സിറ്റി. വർമ്മ അതിനെക്കുറിച്ചിട്ട്, വർമ്മയുടെ കൂടെയുള്ള ആൾക്കാരും അതിനെക്കുറിച്ചിട്ട് പഠിച്ച് അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് 2017-18. ഇക്കോസിസ്റ്റം ഹാസ് എ പ്രോസസ്ഡ് വിച്ച് സസ്റ്റെയിൻ ഗ്ലോബൽ ബാലൻസ്, നിലനിർത്തിക്കൊണ്ടുവേണ്ട സൈക്കിൾ ഫ്ലോ ഓഫ് മെറ്റീരിയൽ ഫ്രം എബയോട്ടിക് എൻവയോൺമെൻറ്റ് ടു ബയോസ്ഫിയർ ദെൻ ബാക്ക് ടു എബയോട്ടിക് എൻവയോൺമെൻറ്റ്. അതായത് നമുക്ക് പല മൃഗങ്ങളും മറ്റ് മൃഗങ്ങൾക്ക് ഭക്ഷണമാണ്, അതവർ കഴിച്ച് അത് വേറെ മൃഗങ്ങൾക്ക് ഭക്ഷണമാണ്. അതിൻ്റെ വേസ്റ്റ് കൊണ്ട് സസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ സസ്യങ്ങളാണ് അവരുടെ ഭക്ഷണത്തിൻ്റെ ഇത് വരുന്നത്. ആ ചെയിൻ ഓഫ് ഫുഡ് ചെയിൻ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ഈ സൈക്കിൾ ഫോം മെറ്റീരിയൽ അത് ഇതിനനുസരിച്ചാണ് എബയോട്ടിക് ആയിട്ടുള്ള ഗ്യാസസ് കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്നതും വരുന്നത്. And upholding the equilibrium of interaction inside food webs, then process must be maintained in the ecosystem and the influence of cycle disrupt the ecological balance. ഈ ഫുഡ് വെബുകൾ, അതായത് ആ ഫുഡ് ചെയിനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇക്കോസിസ്റ്റത്തിന് ഡിസ്റ്റർബൻസ് ആകുന്നു. ഇൻ അതർ വേർഡ്സ്, ഇക്കോളജിക്കൽ ബാലൻസ് ഇസ് സ്റ്റേബിൾ സ്റ്റേറ്റ് ബിറ്റ്വീൻ ഓൾ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ആ ഫ്ലോറയും ഫോണയും അതേപോലെ തന്നെ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഒരു പ്രത്യേക അനുപാതത്തിൽ നിലനിന്ന സ്റ്റേബിളായിട്ട് നിലനിന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ ഇക്കോസിസ്റ്റം ആൻഡ് ഡിസ്റ്റെബിലൈസേഷൻ, ദിസ് സ്റ്റേബിൾ സ്റ്റേറ്റ് ഈസ് ഇക്കോളജിക്കൽ ഇംബാലൻസ് ടേൺ ടു എക്സേർട്ട് സീരിയസ് ത്രെറ്റ്സ് ടു ഫ്ലോറ, ഫോണ, ഇക്കോണമി ആൻഡ് ഇവഞ്ച്വലി ഹ്യൂമൻ സർവൈവൽ. ഇതൊക്കെ വളരെ മോശമായ രീതിയിൽ, ഗൗരവകരമായ രീതിയിൽ നമ്മുടെ പ്രകൃതിയുടെ ആവാസവ്യവസ്ഥയെ ബാധിക്കുന്നു. ഫ്ലോറ, അതുപോലെ സസ്യജാലങ്ങളെയാണെങ്കിലും മൃഗങ്ങളെയാണെങ്കിലും നമ്മുടെ ഇക്കോണമി ആയാലും ഹ്യൂമൻ സർവൈവലായാലും അതുപോലെ ബാധിക്കുന്നു. കോസ് ഓഫ് ഇക്കോളജിക്കൽ ഇംബാലൻസ്, ഇതിനുണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് ലൈക്ക് സച്ച് ആസ് ഡെമോഗ്രാറ്റിക് ഇൻക്രീസ്, ഹ്യൂജ് ഇൻഡിസ്ക്രിമിനേറ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്, അർബനൈസിങ്, വൈഡ് സ്പ്രെഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഡിഫോറസ്റ്റേഷൻ, അതായത് ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ്, മോഡേൺ ഓവർ ലൈഫ് സ്റ്റൈൽ, അൺഹൈജീനിക് ലിവിങ് കണ്ടീഷൻ, ഇംപ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് പ്രൊഡക്റ്റ്, അൺസസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് ഇതിനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ് തെറ്റായ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡെമോഗ്രാറ്റിക് ആയിട്ടുള്ള ജനസംഖ്യാ വർധനവ്, ഇൻഡസ്ട്രിയലൈസേഷൻ വൈഡായിട്ടുണ്ടാവുക, മരങ്ങൾ വെട്ടിമുറിക്കുക, ക്ലൈമറ്റ് ചേഞ്ച് വരിക, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുക, അതൊക്കെ, പിന്നെ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ്, പിന്നെ വേസ്റ്റ് പ്രൊഡക്റ്റുകൾ ധാരാളം പുറത്തേക്ക് വരുന്നു. ദെൻ അൺസസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓർ ദ എക്സ്ട്രാ മെയിൻലി റെസ്പോൺസിബിൾ ടു ദ ഡിസ്റ്റർബൻസ് ഓഫ് ഇക്കോളജിക്കൽ ബാലൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. അത് നമ്മുടെ ഇക്കോളജിക്കൽ ബാലൻസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇഫക്റ്റ് ഓഫ് ഇക്കോളജിക്കൽ ഇമ്പാക്റ്റ്, ഇക്കോളജി ഇംബാലൻസ്,
അതിൻ്റെ ഇഫക്റ്റ് എന്താണ്? ദി ഇക്കോളജിക്കൽ ഇംബാലൻസ് ബാഡ്ലി എഫക്റ്റ് ദ എൻറ്റയർ ബയോട്ടിക് ആൻഡ് വിച്ച് ഡിസ്റ്റർബ്സ് ദ ഹെൽത്തി എൻവയോൺമെൻറ്റ്. ഹെൽത്തി എൻവയോൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഗ്ലോബൽ ഇക്കോണമീനെ മൊത്തമായിട്ട് അതിനെ എഫക്റ്റ് ചെയ്യുന്നു. ഇക്കോളജിക്കൽ ഇംബാലൻസ് ക്ലോസിങ് റിപ്പയറബിൾ ലോസ് ഡിസ്റ്റോറിയേഷൻ ഓഫ് നാച്ചുറൽ ഹാബിറ്റേറ്റ്. നമുക്കത് തിരുത്താൻ പറ്റാത്ത അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നമുക്കുണ്ടാവുന്നു. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നു, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു, പൊല്യൂഷൻ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള ഡിസീസസ് ഉണ്ടാകുന്നു. ഡിപ്ലിയേറ്റ് ദ ബയോഡൈവേഴ്സിറ്റി ഡിപ്ലിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. അതുപോലെ തന്നെ അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ ഗ്രാജുവലി റെഡ്യൂസിങ് അഗ്രികൾച്ചറൽ ലാൻഡ്സ് കുറയ്ക്കുന്നു. അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഡിക്രീസിങ് ഇവഞ്ച്വലി ക്രിയേറ്റിംഗ് സീരിയസ് ബോത്ത് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് വേൾഡ് ഇക്കോണമി. നമ്മുടെ സാമ്പത്തിക നിലവാരം അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റീസിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. അതർ കോൺസിക്വൻസ് ഇൻക്ലൂഡ് ഹെൽത്ത് റിസ്ക് ആൻഡ് അൺസേഫ് ഡ്രിങ്കിങ് വാട്ടർ. ഹെൽത്തിനെ ബാധിക്കുന്നു. അൺസേഫ് ഡ്രിങ്കിങ് വാട്ടർ, പൊല്യൂഷൻ എയർ, ക്ലൈമറ്റ് ചേഞ്ച്, ന്യൂ ഡിസീസസ് അറൈസ് ചെയ്യുന്നു. ഡിസീസസ് ഓവിങ് ടു ഇക്കോളജിക്കൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡിസീസസ് ഉണ്ട്. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ഇൻട്രൊഡ്യൂസ് എനി അൺവാണ്ടഡ് സബ്സ്റ്റൻസ് ഇൻ ദ എൻവയോൺമെൻറ്റ് ആൻഡ് ഡിസ്റ്റർബ് ദ ബാലൻസ് ഓഫ് ദ സിസ്റ്റം ഓഫ് ദ എൻവയോൺമെൻറ്റ്. അൺവാണ്ടഡ് സബ്സ്റ്റാൻസുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നു. അത് നമ്മുടെ ബാലൻസിനെ, നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.